സുഹൃത്തുക്കളെ, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻ ദേശീയ അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 4ാം തലമുറക്കാരനും മുൻ പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധിയുടെ പേരക്കുട്ടിയും മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മകനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എന്ന് മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവരുടെ തലമുറയായിട്ടുള്ള അവർ അഞ്ച് പേരിലേറെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ ഇരുന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പ്രസിഡന്റായിരുന്നു, സോണിയാഗാന്ധി അധ്യക്ഷയായിരുന്നു, രാഹുൽ ഗാന്ധി തലപ്പത്തിരുന്നു, ഇന്ദിരാഗാന്ധി തലപ്പത്തിരുന്നു, നെഹ്റു തലപ്പത്തിരുന്നു. ഒരു പാർട്ടിയെയും ഒരു രാജ്യത്തെയും അടക്കി ഭരിച്ച കുടുംബാധിപത്യത്തിന്റെ വക്താക്കൾക്കെതിരെ വളരെ രൂക്ഷമായൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. പിന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള ബ്ലിറ്റ്സ് എന്ന് പറയുന്ന ടാബ്ലോയിഡ് ഇംഗ്ലീഷ് ഭാഷയിലാണ്, ഉള്ള മാധ്യമമാണ്. അതിന് അന്തർദേശീയ തലത്തിൽ ഒരുപാട് വായനക്കാരുള്ളതാണ്. അവർ ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധി 54 വയസ്സുള്ള രാഹുൽ ഗാന്ധിക്ക് 19 വയസ്സുള്ള നായക് വിൻസി എന്ന് പറയുന്ന ഒരു മകനും 15 വയസ്സുള്ള മിനിക് വിൻസി എന്നൊരു മകളുമുണ്ട് എന്ന് അവർ വളരെ കൃത്യമായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പ് 4 മാസങ്ങൾക്ക് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞാൻ ഈ വിഷയത്തിൽ ഈ മക്കളുടെ കാര്യം പറഞ്ഞില്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ ഡബിൾ പാസ്പോർട്ട് ഉണ്ട് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. പിന്നെ ആ വിഷയത്തെക്കുറിച്ച് ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിനെക്കുറിച്ച് സ്റ്റോർ ചെയ്തിരുന്നു. റൗൾ വിൻസി എന്ന പേരിലും 2 തരത്തിൽ അറിയപ്പെടുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിന് പിന്നെ ഇരട്ട പാസ്പോർട്ട് ഉണ്ട് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നത് ഞാൻ സ്റ്റോറിയായിട്ട് ശ്രദ്ധയപ്പെടുത്തിയിരുന്നു. കോൺഗ്രസ്സുകാരും എന്നോട് പ്രതികരിച്ചൊന്നും കണ്ടില്ല. നീ പടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് എഴുതുകയെന്നല്ലാതെ ഉത്തരവാദിത്തപ്പെട്ടവർക്കൊക്കെ അത് അയച്ചും കൊടുത്തിട്ടുള്ളതാണ് ഈ വാർത്തകളെല്ലാം തന്നെ. ഇദ്ദേഹത്തെ പിന്നെ അമേരിക്കയിലെ വിമാനത്താവളത്തിൽ വെച്ച് കൊളംബിയക്കാരിയായ കാമുകിയോടൊപ്പം, അതും ഒരു വലിയ നമുക്കറിയാം കൊളംബിയയും മെക്സിക്കോയും ഒക്കെ പിന്നെ നാർക്കോട്ടിക് ഹബ്ബുകളാണ്. അവിടെ പിന്നെ അത്തരം ലഹരി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കൊള്ള സംഘങ്ങൾ പരസ്പരം അത്ര വലിയ രാജ്യത്തെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഘങ്ങളുള്ള നാട്ടിൽ അത്തരം ഒരു സംഘത്തലവന്റെ മകളാണ് എന്ന ആരോപണവും ഉണ്ട് എന്ന് നമ്മളന്ന് സൂചിപ്പിച്ചിരുന്നതാണ്. ഇങ്ങനെ പിന്നെ അമേരിക്കയിലെ വിമാനത്താവളത്തിൽ വെച്ച് ഇവരെ പിടിക്കുകയും അവരെ FBI അവരെ തടവിൽ വെക്കുകയും അവരെ അവിടെ പിടിച്ചു നിർത്തുകയും ഒക്കെ ചെയ്യുകയും ഉടനെ തന്നെ സോണിയാഗാന്ധി അടൽ ബിഹാരി വാജ്പേയിയുമായും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെ മറ്റേ ഇയാളിരിക്കുന്നുണ്ടല്ലോ അജിത് ഡോവൽ ഇരിക്കുന്ന കസേരയിലിരിക്കുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന വാജ്പേയിയുടെ ബ്രിജേഷ് മിശ്രയുമായി ഒക്കെ കോണ്ടാക്ട് ചെയ്യുകയും അങ്ങനെയാണ് ഊരി കിട്ടിയത് എന്നുള്ള വിവരങ്ങൾ ചില ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ അതിന് വന്ന വാർത്തകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പം എന്തായാലും വന്നിരിക്കുന്ന കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ബ്ലിറ്റ്സ് പുറത്തുവിട്ടിട്ടുള്ളത്. ബ്ലിറ്റ്സിന്റെ തുടക്കം തന്നെ എങ്ങനെയാണ്? ഇതിലൊന്ന് പിന്നെ കൊളംബിയക്കാരിയായ പെണ്ണിന്റെ ചിത്രമാണ്, മറ്റൊന്നൊരു അഫ്ഗാനിയായ പെണ്ണിന്റെ ചിത്രമാണ്. ഓക്കെ, രാഹുൽ ഗാന്ധി. ബ്ലിറ്റ്സിന്റെ തുടക്കം അതായത് ആഗസ്റ്റ് 16-ാം തീയതി ഇന്നാണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ സാധനം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സലാഹുദ്ദീൻ ഷോയബ് ചൗധരി എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ സമഗ്രമായ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ രാജ്യം തന്നെ ലോകത്തിന് മുമ്പിൽ അപമാനിക്കപ്പെടുന്ന ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവർ പ്രതികരിക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വായ തുറക്കേണ്ടതുണ്ട് എന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: രാഹുൽ ഗാന്ധി, ദ അൺവെയിലിംഗ് ഓഫ് ഷോക്കിംഗ് ഡാർക്ക് സീക്രട്സ് ബിഹൈൻഡ് ദ INC's ഹെയർ. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ പറഞ്ഞുതരാം. വേറെ കുറച്ച് പോയിന്റുകൾ ഇതിനകത്തുള്ള ഒന്ന്. രാഹുൽ ഗാന്ധി, ദ സൺ ഓഫ് ഇന്ത്യാസ് മോസ്റ്റ് ഫേമസ് പൊളിറ്റിക്കൽ ഡൈനാസ്റ്റി, ഹാസ് ലോങ് ബീൻ അറ്റ് ദ സെന്റർ ഓഫ് അറ്റൻഷൻ. ചില ഇംഗ്ലീഷ് വാക്കുകൾ എനിക്ക് അറിയാത്തതുണ്ട്, അങ്ങനെ പ്രൊണൗൺസ് ചെയ്യേണ്ടെന്ന് പോലും അറിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ഇന്റർനാഷണൽ റീഡേഴ്സ് ആണ്. അപ്പോൾ ഈ യൂറോപ്യൻസിനെയും ബാക്കിയുള്ളവരെയൊക്കെ ഉദ്ദേശിച്ചിട്ട് തയ്യാറാക്കുന്നതാണ്. നമ്മളെ ഇവിടുത്തെ ഇന്ത്യൻ ഇംഗ്ലീഷിലുള്ള എഴുത്തല്ല. ബോത്ത് ഫോർ ഹിസ് പബ്ലിക് റോൾ ആൻഡ് ഹിസ് പ്രൈവറ്റ് ലൈഫ്, വൈൽ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹാസ് വർക്ക്ഡ് tirelessly to craft an image of him as a visionary leader. അദ്ദേഹത്തെ ഒരു ദീർഘവീക്ഷണമുള്ള നേതാവാണ് എന്ന് ഉള്ള ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ വേണ്ടി വിശ്രമരഹിതമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് വെളുപ്പിച്ചെടുക്കാനും പറ്റില്ലെന്നേ. ബേസിക്കലി ഒരു സ്റ്റഫ് ഉള്ളിലുണ്ടെങ്കിൽ അതിനെ മിനുക്കി എടുക്കാം എന്നല്ലാതെ അങ്ങനെ ഒരാൾക്ക് കൃത്രിമമായിട്ട് പ്രതിച്ഛായ സൃഷ്ടിക്കാനും കഴിയില്ല. The truth is far more complex and unsettling. Beneath the polished exterior lies a web of dark secrets and untold stories that the people of India deserve to know. Secrets that could reshape their understanding of the man who aspires to lead their nation. ഈ രാജ്യത്തെ നയിക്കാൻ ആഗ്രഹിക്കുന്ന, ഈ ജനതയെ നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ യഥാർത്ഥ ചരിത്രം ജനത്തിന് മുമ്പിൽ സുതാര്യമാക്കപ്പെടേണ്ടതുണ്ട്, റിവീൽ ചെയ്യപ്പെടേണ്ടത്, അതറിയാൻ അവർ അർഹരാണ് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളേ.
ആസ് എ സെക്യുലർ ഇൻഡിവിജ്വൽ, ഇതൊക്കെ ഇയാൾ ആദ്യം പറയുകയാണ്, ആമുഖമായിട്ട് പറയാം ഈ ചൗധരി. ആസ് എ സെക്യുലർ ഇൻഡിവിജ്വൽ, ഐ എം ഇൻഡിഫറൻറ്റ് ടു മോട്ടിലാൽ നെഹ്റൂസ് ഡബിൾ മാരേജ്, ജവഹർലാൽ നെഹ്റൂസ് എക്സ്ട്രാ മാരിറ്റൽ റൊമാൻറ്റിക് ആൻഡ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ലോർഡ് മൗണ്ട് ബാട്ടൻസ് വൈഫ് എഡ്വിന മൗണ്ട് ബാട്ടൺ. അതൊക്കെ നമ്മൾക്ക് വളരെ കുപ്രസിദ്ധമായ കാര്യമാണ്. ഒരുമിച്ച് സ്കോച്ച് അടിക്കുന്നതും, ഒരുമിച്ച് സിഗരറ്റ് വലിക്കുന്നതും, ഒരുമിച്ച് പിന്നെ വെറും ഒരു റൊമാൻസ് ആയിരുന്നില്ല, അതിനപ്പുറത്തേക്ക് അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളത് ഇവിടെ ആവർത്തിച്ച് നമ്മൾ പണ്ടുതൊട്ടേ കേട്ടിട്ടുള്ളതാണ്. ആവർത്തിച്ച് ഇദ്ദേഹം അടിവരയിട്ട് വീണ്ടും സൂചിപ്പിക്കുകയാണ്. ഓക്കെ ഓക്കെ ആൻഡ് സോണിയ ഗാന്ധിസ് പാസ്റ്റ് ലൈസൻസ് വിത്ത് മൾട്ടിപ്പിൾ മെൻ, ദീസ് ആർ വെൽ നോൺ ടു എവരി വൺ. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. വിവാഹത്തിന് മുമ്പ് ഉണ്ടായിരുന്ന പലരുമായിട്ടുണ്ടായിരുന്ന സോണിയാഗാന്ധിയുടെ ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, മൈ ഫോക്കസ് ഇൻ ദിസ് ആർട്ടിക്കിൾ ഈസ് രാഹുൽ ഗാന്ധി, ഹു ഹാർബേഴ്സ് plenty of shocking and dark secrets that the people of India deserve to know. ഇന്ത്യയിലെ ജനതയ്ക്ക് അറിയാൻ അർഹതയുള്ള, അറിയേണ്ടുന്ന, അറിയാൻ അർഹതയുള്ള ചില ഇരുണ്ട രഹസ്യങ്ങൾ, കറുത്ത രഹസ്യങ്ങളാണ് ഞാനിതിലൂടെ പുറത്താക്കാൻ പോകുന്നതെന്ന്. റിഗാർഡിംഗ് രാഹുൽ ഗാന്ധി, എ ഫോർമർ ക്ലാസ്മേറ്റ് ഫ്രം ട്രിനിറ്റി കോളേജ് ഷെയർഡ്, അദ്ദേഹത്തിലൂടെ ട്രിനിറ്റി കോളേജിൽ പഠിച്ചിരുന്ന ക്ലാസ്മേറ്റ് പറഞ്ഞു, രാഹുൽ ഈസ് എ വെരി ഫ്രണ്ട്ലി ഇൻഡിവിജ്വൽ. We know he is extremely secular by nature. He loves fried bacon and beef steak. His lifestyle is entirely Western. We never felt he hailed from a Hindu family. ഒരു ഹിന്ദു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരാളാണെന്നോ വളർന്നു വന്ന ആളാണെന്ന് തോന്നിയിട്ടില്ല. അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അദ്ദേഹം 100% മതേതരവാദിയാണ്. അദ്ദേഹം ഒരു വെസ്റ്റേൺ കൾച്ചറാണ് ഫോളോ ചെയ്തിരുന്നത് എല്ലാ അർത്ഥത്തിലും. അതേപോലെ തന്നെ ഭക്ഷണത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒന്ന് ബീഫായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, while many people are confused about Rahul Gandhi's personal life, including his romances and potential marriage, a team of contributors from Blitz, spanning multiple countries, has conducted an extensive investigation into these matters. അപ്പം നാട്ടിലുള്ള ആൾക്കാരെല്ലാം കൺഫ്യൂസ്ഡാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ച്, പേഴ്സണൽ ലൈഫിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ മാരേജിനെ കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതായതുകൊണ്ട് ഇവരുടെ ഒരു ടീം, ബ്ലിറ്റ്സിന്റെ ഒരു ടീം വിവിധ രാജ്യങ്ങളിൽ പോയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട പല ആളുകളെയും കാണുകയും വളരെ ഒരു പക്ഷേ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മുടെ ഇവിടെ തെകൽക്കേടത്തൊക്കെ കണ്ടിട്ടുള്ളൂ, അത്ര വലിയൊരു സ്റ്റിംഗ് ഓപ്പറേഷൻ, ആ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുന്ന, ബേസ്ഡ് ഓൺ ഫൈൻഡിംഗ് സപ്പോർട്ടഡ് ബൈ സോളിഡ് എവിഡൻസ്, it's apparent that Hindu women have no place in Rahul Gandhi's romantic life. രാഹുൽ ഗാന്ധിയുടെ, എന്തായാലും ഇന്ത്യയിലെ ഹിന്ദുക്കൾ, ലോകത്തുള്ള ഹിന്ദുക്കളൊക്കെ രക്ഷപ്പെട്ടു, രാഹുൽ ഗാന്ധിയുടെ അത്തരം പേഴ്സണൽ ലൈഫിൽ, റൊമാൻറ്റിക് ലൈഫിൽ ഒരിക്കലും ഒരു ഹിന്ദു പെൺകുട്ടി ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ മനഃപൂർവ്വമോ ബോധപൂർവമോ അല്ലാതെയോ ഉൾപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. Instead, he has always been attracted to non-Hindu women, including Muslims. അഹിന്ദുക്കളായ ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവരുമായിട്ടായിരുന്നു അത്തരം ബന്ധങ്ങളിലേക്ക് പോയിരുന്നത്. Our investigation reveals that although Rahul Gandhi had brief romantic relationships with several Christian and Muslim women during his student years, ഒരുപാട് മുസ്ലിം ക്രിസ്ത്യൻ യുവതികളുമായി, ഒരെണ്ണത്തിനും രണ്ടെണ്ണത്തിലൊന്നുമല്ല. നമ്മളെ കുട്ടേട്ട സിനിമയിൽ മമ്മൂട്ടി ഒരെണ്ണമാരി ഇനിയിപ്പോൾ വെറുതെ ആരോടും പറഞ്ഞാണോ നമുക്കറിയില്ല. ഓക്കെ, മുപ്പരൻ അങ്ങനെ പറഞ്ഞാണെന്നുള്ളത്. ഓക്കെ, ഹിസ് ഫസ്റ്റ് നോൺ സീരിയസ് റിലേഷൻഷിപ്പ് വാസ് വിത്ത് ആൻ അഫ്ഗാൻ വുമൺ നെയ്മഡ് നോയൽ സഗർ. നോയൽ സഗർ എന്ന് പറയുന്ന, സഗർ അങ്ങനെ ഇരിക്കും ഉച്ചരിക്കുക, സഗർ എന്ന് പറയുന്ന അഫ്ഗാനി പെൺകുട്ടിയുമായിട്ട്, പഷ്തൂൺ വിഭാഗത്തിൽപ്പെട്ട അഫ്ഗാനി പെൺകുട്ടിയുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ സീരിയസ് റിലേഷൻഷിപ്പ്. ബാക്കിയുള്ളതൊക്കെ പിങ്കി സെക്സോ ബാക്കിയുള്ളതൊക്കെ ആയിരിക്കാം, ഐ ഡോണ്ട് നോ. ഞാൻ അതിനകത്ത് ആരോടൊന്നും ഉന്നയിക്കാൻ പോകുന്നില്ല. അവള് അറിയപ്പെടുന്നത് പ്രിൻസസ് നോയൽ എന്നാണ്. ഹർ ഫാദർ പ്രിൻസ് മുഹമ്മദ് ദാവൂദ് പഷ്തൂനിയാർ ഖാൻ വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് ഹിസഗൽ ഹൈസ്കൂൾ ആൻഡ് ദ മിലിറ്ററി അക്കാദമി ഇൻ കാബുൾ. ഹി വാസ് കമ്മീഷൻഡ് ആസ് എ സെക്കൻഡ് ലെഫ്റ്റനന്റ് ഇൻ ദ റോയൽ അഫ്ഗാൻ എയർഫോഴ്സ് ആൻഡ് ലേറ്റർ ബിക്കം എ സിവിൽ ഏവിയേഷൻ പൈലറ്റ്. അദ്ദേഹം പൈലറ്റായിരുന്നു. അതിനു മുമ്പ് അവരെ വ്യോമസേനയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മിലിറ്ററി സ്കൂളിൽ പഠിച്ചതാണ്. ഇവരുടെ പിതാവിനും അറിയപ്പെടുന്നത് പ്രിൻസ് എന്നാണ്, രാജകുമാരൻ എന്ന രീതിയിലാണ്. അപ്പോൾ അവർ റോയൽ ഫാമിലിയാണെന്നാണ് അർത്ഥം. Princess Noel's mother, Princess Fatima Begum, also known as Fatima Arif Sagar, served as the first secretary at the Afghan embassy in Rome from 2005 and later as the Afghan charge of the affairs in Rome from 2007. She is the daughter of General Sardar
മുഹമ്മദ് ആരിഫ് ഖാൻ, എ ഫോർമർ അഫ്ഗാൻ അംബാസഡർ ടു ദ USSR. വലിയ വലിയ പിന്നെ ഹൈ ഫാമിലിയാണ്. പിന്നെ ഇവളുടെ അമ്മ റോമിലെ അഫ്ഗാന്റെ പിന്നെ എംബസി കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. അവരുടെ പല ഹസ്തികളിലായിട്ട് അവിടെ കീ പോസ്റ്റിലിരുന്നിരുന്നു. അവരുടെ ഈ മുത്തശ്ശൻ വെല്ലുപ്പ പിന്നെ സോവിയറ്റ് യൂണിയനിലെ അഫ്ഗാനിസ്ഥാൻ്റെ, അതായത് നജീബുള്ളയുടെ കാലഘട്ടത്തിലാണ് നടത്തം. നജീബുള്ളയുടെ കാലഘട്ടത്തിൽ അന്ന് സോവിയറ്റ് യൂണിയനുമായിട്ട് നല്ല നയതന്ത്ര ബന്ധം നിലനിന്നിരുന്ന കാലത്ത്, സോവിയറ്റ് യൂണിയനാണ് ഇവരെ ബാക്ക് ബോൺ ആയിട്ട് നിന്നിരുന്ന കാലത്ത്, ആ കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ അന്ന് അഫ്ഗാന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പങ്കാളി എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനിലെ അപ്പോൾ സോവിയറ്റ് യൂണിയനിലെ അംബാസഡർ ആയിരുന്നു. ഓക്കെ, അതൊക്കെ അവരെ കഥയും ചരിത്രമൊക്കെ വിട്ടുകളയാം. ഓക്കെ, പിന്നെ വേറെ എങ്ങനെ കാൻഡിഡേറ്റ് ഓഫ് മുഹമ്മദ് സൈർ ഖാൻ വെൻ ആസ്ക്ഡ് ബൈ രാഹുൽ ഗാന്ധി. ഓക്കെ, വെൻ ആസ്ക്ഡ് വൈ രാഹുൽ ഗാന്ധീസ് റിലേഷൻഷിപ്പ് വിത്ത് പ്രിൻസസ് നോയൽ എൻഡഡ്, ഹിസ് ഫ്രണ്ട്സ് സ്റ്റേറ്റഡ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിൻസസ് നോയലും തമ്മിൽ, നോയൽ സഹീറും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കാനിടയാവാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പം അവരുടെ സുഹൃത്തുക്കൾ പറഞ്ഞത്, ദാറ്റ്സ് വാട്ട് ഹി ഡസ് ദ വുമൺ ഹു ഫാൾ ഇൻ ലവ് വിത്ത് ഹിം. They further explained that Princess Noel even converted to Roman Catholic Christianity, leaving Islam in preparation for their marriage, which was to follow Catholic rituals. Rahul Gandhi often played with his girlfriend Noel in Sonia Gandhi's home chapel in Italy. Played അല്ല, ഓക്കെ. ഇവര് പിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇസ്ലാം മതം വിടുകയും പിന്നെ റോമൻ കത്തോലിക്ക മതം സ്വീകരിക്കുകയും, കാരണം റോമൻ കത്തോലിക്ക സഭയുടെ ആചാരപ്രകാരം വിവാഹം കഴിക്കാൻ വേണ്ടി റിച്വൽസ്, അതനുസരിച്ച് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, മുന്നൊരുക്കങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുകയും, ഇറ്റലിയിലുള്ള സോണിയാഗാന്ധിയുടെ വസതിയിൽ ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ ഇവർ ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കാളികളാകുകയും ചെയ്തിരുന്നു. അക്കോർഡിംഗ് ടു അനദർ സോഴ്സ്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ രാഹുൽ ആൻഡ് നോയൽ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ ഇവിടെയും കളിച്ചു നടന്നതിൻ്റെ ഭാഗം. When she became pregnant and Rahul insisted that she had an abortion. ഇവൾ ഗർഭിണിയായി ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ രാഹുൽ അവളെ നിർബന്ധിച്ചു, അബോർട്ട് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചു, ഭ്രൂണഹത്യ നടത്താൻ വേണ്ടി നിർബന്ധിച്ചു. This deeply hurt Noel and she decided to end the relationship, viewing Rahul as a betrayer. ഒരു വഞ്ചകനായി, ചതിയനായി രാഹുലിനെ. കാരണം ഇതിന് അബോർട്ടൻ പിന്നെ ഗർഭിണിയായപ്പോൾ അബോർട്ട് ചെയ്യാൻ പറഞ്ഞപ്പം പിന്നെ വേറെ മാർഗ്ഗമില്ല, അബോർട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്തായിരുന്നാലും അതോടുകൂടിയിട്ട് അവൾക്ക് കാരണം വിശ്വാസ്യത തകർന്നു പോയി. ഇവന് ഇത്തരക്കാരനാണ്, വഞ്ചകനാണ് എന്നുള്ള ധാരണയിൽ ആ ബന്ധം നോയൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. പ്രിൻസസ് നോയൽ സൈർ ഹാസ് സിൻസ് ഫൗണ്ട് ഹാപ്പിനെസ് ആൻഡ് മാരീഡ് ഈജിപ്ഷ്യൻ പ്രിൻസ് മുഹമ്മദ് അലി ഇൻ 2013. അവരിപ്പം സുഖമായിട്ട് ജീവിക്കുന്ന, അവർ ഈജിപ്തിലെ പിന്നെ ഒരു രാജകുമാരനായിട്ടുള്ള മുഹമ്മദ് അലിയെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന 2011 മുതൽ. We did not receive any response from Princess Noel Sahar. ഇവർക്ക് ബ്ലിറ്റ്സ് പിന്നെ എൻ്റെ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ഭാഗമായിട്ട് പോയവർക്ക് നോയലിന്റെ ഭാഗത്തുനിന്ന് റെസ്പോൺസും കിട്ടിയില്ല. അവർ പ്രതികരിച്ചിട്ടില്ല. കാരണം അവർ വേറെ ജീവിതത്തില്ല. ഇനിയിപ്പോൾ ഈ പഴയ കാര്യങ്ങൾ തോണ്ടിയെടുക്കുമ്പോൾ അവരും വിവാഹത്തിലേക്ക് പോകും. ഇപ്പോൾ 2013 വിവാഹം കഴിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് 1-2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. 10-11 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് വീണ്ടും വിവാദങ്ങളിലേക്ക് പെടാൻ, അത് ഒരു റോയൽ ഫാമിലിയാണ് ഈജിപ്തിലെ. While studying at Trinity College under Cambridge University, Rahul Gandhi became romantically involved with Veronica Cartelli, the daughter of a wealthy Colombian drug cattle leader. കൊളംബിയയിലെ ഏറ്റവും പിന്നെ അറിയപ്പെടുന്ന പിന്നെ സമ്പന്നനായ ലഹരി ലഹരി കള്ളക്കടത്തുകാരൻ്റെ മകളായിട്ടുള്ള വെറോണിക്ക കാർട്ടിലുമായിട്ടും വളരെ പിന്നെ പ്രണയത്തിലായിരുന്നു. Although media reports claimed their relationship ended in 2000, Rahul Gandhi admitted during a 2004 interview with Indian Express journalist Vrinda Gopinath that his girlfriend's name was Veronica. 2004 ഇന്ത്യൻ എക്സ്പ്രസിന്റെ പത്രപ്രവർത്തകയായിട്ടുള്ള വൃന്ദ ഗോപിനാഥിന് കൊടുത്ത അഭിമുഖത്തിനകത്ത് രാഹുൽ ഗാന്ധി തുടർന്ന് സമ്മതിച്ചിട്ടുണ്ട് എൻ്റെ പിന്നെ കാമുകിയുടെ പേര് വെറോണിക്കയായിരുന്നു എന്ന്. However, he misleadingly described her as being of Spanish origin and an atheist architect by profession. Rahul Gandhi likely attempted to obscure Cartelli's true identity by claiming she was of Spanish origin. പക്ഷേ ഇതിനകത്ത് തന്ത്രപൂർവ്വം രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞത് വെറോണിക്ക സ്പാനിഷ് ഒറിജിൻ ആണെന്നാണ് പറഞ്ഞത്. സ്പാനിഷ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ അവർ കൊളംബിയയിൽ പിന്നെ പല ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്.
പക്ഷേ പറഞ്ഞത് കൊളംബിയയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ ഫാദറിനെ ഐഡന്റിറ്റി കിട്ടുകയും അങ്ങനെ വന്നാൽ ഒരു ലഹരി കടത്തുകാരൻ്റെ ലഹരി കച്ചവടക്കാരൻ്റെ അങ്ങനെ പൈസ ഉണ്ടാക്കിയ ഒരാളുടെ മകളുമായിട്ടായിരുന്നു ബന്ധമുണ്ടായിരുന്നു എന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ് ഇവർ ഇതിനകത്ത് ആരോപിക്കുന്നത്. എൻ്റെ ആരോപണമല്ല കേട്ടോ, അവരുടെ ആരോപണമാണ്. അതുമാത്രമല്ല, കൊളംബിയയിലെ ഔദ്യോഗിക ഭാഷ സ്പാനിഷാണ്. സ്പെയിൻ ഇവരെല്ലാം വേരുകൾ ചകഞ്ഞു പോയി കഴിഞ്ഞാൽ സ്പെയിനാണ്. ഇപ്പം നമ്മുടെ ഗോവയിലുള്ള ആൾക്കാർക്ക് പോർച്ചുഗീസുകാരുടെ ബ്ലഡാണ് അവിടെ കുറേ പേർക്ക് ഇപ്പോഴും ഉള്ളത്. ഓക്കെ, അവർ സോഴ്സസ് ഇൻ സ്പെയിൻ കൺഫേംഡ് ദാറ്റ് വെറോണിക്ക കാറ്റലി ഈസ് നോട്ട് എ സ്പാനിഷ് സിറ്റിസൺ ബൈ ബർത്ത്. അവർ സ്പെയിൻകാരിയല്ല, അവർ ജന്മന സ്പാനിഷ് സിറ്റിസൺ അല്ല എന്ന് ഇവർ കൊളംബിയയിൽ വരെ ഇവർ ജേർണലിസ്റ്റുകളിൽ പോയിട്ട് അവിടെ നിന്ന് കിട്ടിയ വിവരശേഖരണാർത്ഥം അങ്ങനെയാണ് അവർ അവകാശപ്പെടുന്നത്. ഇറ്റ് ഷുഡ് ബി നോട്ട് ദാറ്റ് വെറോണിക്ക കാറ്റലി വാസ് പബ്ലിക്ലി സീൻ വിത്ത് രാഹുൽ ഗാന്ധി വെൻ ഷീ കെയിം ടു ഡൽഹി ഫോർ ഹിസ് മദേഴ്സ് മെയ്ഡൻ റാലി ഇൻ 1998. അപ്പോൾ ദില്ലിയിൽ വന്നിട്ടുണ്ട് വെറോണിക്ക എന്നുള്ളതും കൂടി പറയുന്നുണ്ട് 98-ൽ. Though they were spotted together several times afterward, they have recently been meeting very discreetly in foreign countries. They were seen together in various locations, including the Andaman and Nicobar Islands. During their stay, Rahul Gandhi, and Veronica Cattali shared the same room and bed, claiming they were partners, with Cattali sporting an extremely expensive diamond ring. It has also come to light that Cattali occasionally uses the alias Juneta Vinci for the... ഓക്കെ, ഒക്കെ വേറെ കാര്യങ്ങൾ, അതൊക്കെ അവരെ പേഴ്സണൽ കാര്യങ്ങൾ. അവരൊരുമിച്ച് കടപ്പുറ പങ്കിട്ട് ഒരേ കട്ടിൽ കിടന്നുറങ്ങി എന്നുള്ളതിന് കുഴപ്പമൊന്നുമില്ല, അതിനൊന്നും കുഴപ്പമില്ല, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അവർ എന്തായിരുന്നാലും. ഓക്കെ, വിവിധ രാജ്യങ്ങളിലെ വിവിധ ലൊക്കേഷനുകളിൽ ഇവർ ഒരുമിച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് ഇതിനാണോ എന്നുള്ള സംശയം എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഉണ്ടായാൽ അത് ആ സംശയ നിവാരണം വരുത്താനുള്ള ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. രാജ്യത്തിന്റെ ഭാവി പ്രധാനമന്ത്രിയാവാൻ സാധ്യതയുള്ള ആളാണ്, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയിരുന്ന ആളാണ്, രാജ്യത്തിന്റെ ക്യാബിനറ്റ് പദവിയുള്ള ഔദ്യോഗികമായി കേന്ദ്രമന്ത്രിമാർക്ക് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള പ്രതിപക്ഷ നേതാവാണ്. In April 2019, it was revealed that Rahul Gandhi uses the pseudonym Rahul Vinci and that he has 2 children with Veronica Nayak Vinci, a boy who is now 19 years old, and Minik Vinci, a girl who is now 15 years old. ഇവർക്ക് ഇങ്ങനെ 2 മക്കളുണ്ടെന്ന് പറയുന്നു. Also Rahul and officially registered. Rahul and Veronica did not officially register their marriage. The children bear their father's surname, Vinci. ഇവർ ഔദ്യോഗികമായി വിവാഹം രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് വിൻസി എന്ന പേരാണ് കുട്ടികൾ അവരുടെ ഫാദറിന്റെ സർനെയിം എന്ന രീതിയിൽ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നായക് വിൻസി എന്നും മിനിക് വിൻസി എന്നും പേര് വരുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിക്കെതിരെ ഇതിനു മുമ്പ് ഉയർന്നു വന്ന ആരോപണം ഞാൻ പറഞ്ഞു. രാഹുൽ വിൻസി എന്ന പേരിൽ അദ്ദേഹത്തിന് വേറെ രാജ്യം വായി കിട്ടുന്നില്ല, പാസ്പോർട്ട് ഉണ്ടെന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് രാജ്യത്തെ തന്നെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അക്കോർഡിംഗ് ടു ദ ഗൾഫ് ന്യൂസ് ഇൻ 2003, John M. Mitty, social activist and retired professor, submitted a petition demanding action against Rahul Gandhi under the Immoral Trafficking Act for staying at a resort in Kumaragam near Kottayam with his girlfriend Junita. The petitioner said Rahul and Junita have stayed together in the backwater lake resort for 3 days even though they were not married. കല്യാണം കഴിക്കാതെ ഇരുന്നപ്പം 3 ദിവസം അവർ റിസോർട്ടിൽ വന്ന് താമസിച്ചു. 2003 ജോൺ എം മിറ്റി, അപ്പം മലയാളിയാണെന്ന് അർത്ഥം, ഗൾഫ് ന്യൂസിൽ വന്നിട്ടുള്ളതാണ്. സോഷ്യൽ ആക്ടിവിസ്റ്റാണ് അദ്ദേഹം, പ്രൊഫസറായിരുന്നു, റിട്ടയർഡ് പ്രൊഫസറായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിൽ ആക്ഷൻ എടുക്കണമെന്ന് എന്ന്. പക്ഷേ അതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. 2 പേർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ എവിടെയും പോവുകയും ഒരുമിച്ച് ഉഭയകക്ഷി സമ്മത പ്രകാരം പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റല്ലാത്തൊരു നാട്ടിൽ അന്ന് ചിലപ്പോൾ നിയമം ഇല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. 21 വർഷം മുമ്പല്ലേ, അതുകൊണ്ടായിരിക്കും. അത് പോട്ടെ, അത് കുട്ടികളാണ്, അതൊന്നും നമ്മുടെ വിഷയമല്ല. അതൊക്കെ ആരെങ്കിലും ആയിട്ടൊക്കെ ആവട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. We did not receive any response from Rahul Vinci's undocumented wife Veronica Cattali alias Juneta Vinci. ഇത് തന്നെ ജുനേറ്റ എന്ന് പറഞ്ഞാൽ ഇവള് തന്നെയാണ്. Regarding the identity of the biological father of her children നായക് വിൻസി ആൻഡ് മിനിക് വിൻസി. ഇവളുടെ മക്കളായിട്ടുള്ള നായക് വിൻസിയുടെയും എങ്ങനെയാ അത് പ്രൊണൗൺസ് ചെയ്യാന്ന് എനിക്കറിയില്ല, മിനിക് വിൻസിയുടെയും
ബയോളജിക്കൽ ഫാദർ, നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ മാതിരി ബയോളജിക്കൽ ഫാദർ പൊളിറ്റിക്കൽ ഫാദറൊക്കെ ഇപ്പോഴാണ് ഇപ്പോൾ പിന്നെ അക്ഷരാർത്ഥത്തിൽ ശരിയായി വരുന്നത്. ബയോളജിക്കൽ ഫാദർ ആരാണ് എന്നുള്ളത് ഇത് അവർ ഇപ്പോഴും അവരടുത്ത് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, അവരതിനോട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ മക്കളല്ല എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു കാമുകിയില്ല, എനിക്ക് അങ്ങനെ മക്കളില്ല എന്ന് ലോകത്തോട് പരസ്യമായി പറയണം. ഇവർക്കെതിരെ കേസും കൊടുക്കണം. ഇങ്ങനെയുള്ള തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ചവർക്കെതിരെ കേസ് കൊടുക്കണം. എൻ്റെ അഭിപ്രായം അതാണ്. അല്ലാതെ പിന്നെ പിണറായി വിജയൻ പറഞ്ഞ മാതിരി ഈ കൈകൾ ശുദ്ധമാണ്, കയ്യിലത്ര പറയണില്ല, ചോരയും എത്ര പറ്റിയിട്ടുണ്ടെന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലോ, പേരക്കുറയൊക്കെ. പിന്നെ ഇതും മാസപ്പടിയും ഓക്കെ. അപ്പോൾ ഈ രണ്ട് സ്ത്രീകളും ഇവർക്ക് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇവരെ എൻക്വയറിക്ക്. മീൻവൈൽ ഇൻ ആൻ അറ്റംപ്റ്റ് ടു മിസ്ലീഡ് ദ പബ്ലിക് അബൌട്ട് രാഹുൽ ഗാന്ധിസ് റിലേഷൻഷിപ്പ് വിത്ത് വെറോണിക്ക കാർട്ടലി, സം മീഡിയ ഔട്ട്ലെറ്റ്സ് പബ്ലിഷ്ഡ് ഫോട്ടോസ് ഓഫ് എ വുമൺ they claimed to be Cartelli. It was later revealed that this woman was actually Natalia Ramos, a Spanish actor and political scientist. Natalia Ramos even shared a picture with Rahul Gandhi on Instagram, praising him as eloquent and insightful. ഓക്കെ. പിന്നെ ഈ വെറോണിക്കയുടെ ആണെന്ന് പറഞ്ഞ് ചില മീഡിയാസ് ഫോട്ടോസ് പബ്ലിഷ് ചെയ്തിരുന്നു. പക്ഷേ അത് ശരിക്കും വെറോണിക്കയുടെ അല്ല. അവർ സ്പാനിഷ് പിന്നെ ആക്ടറും പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുമായിട്ടുള്ള നതാലിയ റാമോസ് എന്ന് പറയുന്ന ആളാണ്. ആ നടിയുടെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. നതാലിയ റാമോസ്, ഇതാണ് നതാലിയ റാമോസ് രാഹുൽ ഗാന്ധിയുടെ. നതാലിയ റാമോസ് തന്നെ ഈ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇയാളെ ഒരുപാട് പുകഴ്ത്തിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നതാലിയ റാമോസ് സ്പെയിനിലെ നടിയാണ്. അപ്പോൾ എത്ര എന്നുള്ളത് നോക്കണം. ഇനി മറ്റുള്ളതായിട്ടുള്ളത് ഈ രാഹുൽ ഗാന്ധി എലിയാസ് രാഹുൽ വിൽസി ഡോക്യുമെന്റഡ് വൈഫ് വെറോണിക്ക കാർട്ടലിയുടെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ. ഓക്കെ, ഇനി വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരാം. ഓ മൈ ഗോഡ്, അത് പോയല്ലോ. ഒരു സെക്കൻഡ് ഒന്ന് അത് സ്ക്രോൾ ചെയ്തത് വിട്ടുപോയി. ഓക്കെ, ഇൻ ഹർ പോസ്റ്റ് ഈ സ്പെയിൻകാരിയായ നടിയിലെ Ramos also mentioned that she was blessed to have the opportunity to meet Rahul and other brilliant thinkers. Natalia Ramos is best known for her role as Yasmin in the 2007 film Bratz and Naina Martin in the 2011 Nickelodeon. അവരെ പിന്നെ ഈ കരിയറുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ്. അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത് പിന്നെ ആ അവസരം കിട്ടിയത് വലിയ ഭാഗ്യമായി എന്ന് പറഞ്ഞു. Natalia Ramos' mother is Australian and her father is the Spanish pop singer. Okay. Juan Carlos Ramos. അമ്മ ഓസ്ട്രേലിയനാണ്, അച്ഛൻ സ്പെയിൻകാരനാണ്. ഓക്കെ. പിന്നെ ഇവരെ ബോൺ ഇൻ മാഡ്രിഡിൽ പിന്നെ നമ്മുടെ റയൽ മാഡ്രിഡിൻ്റെയൊക്കെ മാഡ്രിഡിലാണ് ജനിച്ചത്. റാമോസ് comes from a Jewish family and currently lives in the United States. ശരിക്കും അവർ ജൂതന്മാരാണ്, ജൂതവംശജരാണ്. അവരിപ്പോൾ താമസിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. ഞാൻ എന്താ പറയുക, ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടല്ല പറയണം കേട്ടോ. എൻ്റെ നാട്ടുകാരായിട്ടുള്ള കുറേ പ്രായം ചെന്ന ആൾക്കാരൊക്കെ എൻ്റെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് അവർക്കൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് മലയാളത്തിൽ നിന്ന് ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അല്ല, തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ ഭൂരിപക്ഷം പേരും എന്നെക്കാളും വിദ്യാഭ്യാസവും വിവരവും പിന്നെ നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യുന്നവരൊക്കെയാണ്. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ബുദ്ധിയും വെച്ചിട്ട് ഞാൻ പറയുന്നത് എന്നെ കേട്ടിരിക്കുന്ന കുറച്ച് എൻ്റെ നാട്ടിലൊക്കെ കുറച്ച് പ്രായമുള്ള ആൾക്കാരുണ്ട്. അവർ വൈകുന്നേരം ഇരുന്ന് കേൾക്കാറുണ്ടെന്ന് പറയാറുണ്ട്. നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളെന്താ പറയണത് കേൾക്കാൻ വേണ്ടിയിട്ട്. ലില്ലി മാത്യു, അതിനെന്താ അയാൾക്ക് മക്കളുണ്ടായിക്കൂടെ, അതോ അയാൾക്ക് ഭാര്യയും മക്കളും ഒക്കെ? അയാൾക്ക് മക്കളുണ്ടായിക്കോട്ടെ എന്ന്, മക്കളുണ്ടെന്ന് പറയണം. അപ്പം നരേന്ദ്രമോദിക്കെതിരെ എന്തെല്ലാം പറഞ്ഞു. നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞ എന്താ, ഭാര്യ ഉപേക്ഷിച്ചത്. ശൈശവ വിഭാഗത്തിന്റെ കാലഘട്ടത്തിൽ കല്യാണം നടത്തിയ പ്രായപൂർത്തിയായപ്പോൾ അവർ രണ്ടു വഴിക്ക് പോയി. മക്കളൊന്നുമില്ല, മക്കൾ കിട്ടിട്ടുണ്ടാക്കി. എന്നാൽ അത് ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം. അവർ നല്ല പിതാവായിട്ടിരിക്കണം. അതിന് കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനം ലോകത്തോട് സത്യസന്ധമായിട്ട് വിളിച്ചു പറയണം. നമ്മൾ ബിൽ ക്ലിന്റണ്
പിന്നെ മോണിക്ക ലെവിൻസ്കിയായിട്ട് ബന്ധമുണ്ടാവുകയും നമുക്കറിയാലോ. പിന്നെ അതും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഓഫീസിൽ വെച്ചിട്ട്. നമ്മളെ മന്ത്രിയുടെ ഓഫീസിൽ വേണ്ട നീലദാസ് നാടർ നള്ളിനറ്റോയെ പിന്നെ പിന്നെ എന്താ പറയുക, അവരെ കയറി പിടിച്ച പോലെയുള്ള സംഭവമല്ല. അല്ലാതെ ഇവര് പിന്നെ ബിൽ ക്ലിന്റൺ പിന്നെ ഹിലാരി ക്ലിന്റനെ വഞ്ചിച്ചുകൊണ്ട് വേണമെങ്കിൽ പറയാം മോണിക്ക ലെവിൻസ്കിയായിട്ടാണ് ബന്ധം ഉണ്ടാവുകയും ഇദ്ദേഹത്തിന്റെ ഈ എന്താ പറയാ സെമൻ അവരുടെ വസ്ത്രത്തിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ട് ആ വസ്ത്രമാണ് ഇവരുടെ പരിശോധനയ്ക്ക് കൊടുക്കുന്നത്. അവരുടെ വസ്ത്രത്തിൽ നിന്ന് അത് വെച്ചിട്ടാണ് ഇത് കൺഫേം ചെയ്യുന്നത്. പക്ഷേ ഈ ബിൽ ക്ലിന്റൺ കാണിച്ചൊരു മാന്യതയുണ്ട്. ബിൽ ക്ലിന്റൺ അമേരിക്കൻ ജനതയോട് മാപ്പ് പറഞ്ഞു ചെയ്ത തെറ്റിന്. ഞാൻ പറഞ്ഞു ഇവിടെ മാപ്പ് പോലും പറയണ്ട. ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ്റെ അമ്മ ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഇദ്ദേഹം ഇതിനെതിരെ കേസ് കൊടുക്കണം, അല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കണം പരസ്യമായിട്ട്. ആണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് പിതാവിൻ്റെയും കൂടി സാമീപ്യവും സ്നേഹവും കിട്ടുന്ന രീതിയിൽ അവരെ കൂടെ കൊണ്ട് താമസിപ്പിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. നമ്മൾ മുഴുവൻ തുറന്ന മനസ്സോടെ സ്വീകരിക്കില്ലേ? 54 വയസ്സുള്ള രാഹുലിന് മക്കളുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കെന്താ പ്രശ്നം? അവർ ജീവിക്കട്ടെ, അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഓക്കെ. ഒരു സഹോദരനോട് എഴുതിയ കമന്റ് ഭയങ്കര രസമായിട്ടുണ്ട്. യഥാർത്ഥ ഇന്ത്യക്കാരനാണ്, അതാണ് ഇന്ത്യൻ പെൺകുട്ടികളെ ഈ ലിസ്റ്റിൽ കാണാത്തത്. അവർ സഹോദരി, ശരിയാണ്, എല്ലാ ഇന്ത്യക്കാരും സഹോദരന്മാരാണെന്ന് പറയുന്നുണ്ടായിരിക്കാം, എന്തോ വേട്ടെ. പക്ഷേ ഇത് ഫാക്റ്റാണോ നമുക്കറിയില്ല. ഫാക്റ്റാണോ ഇല്ല എന്നുള്ളത് ഇവരാണ്, രാഹുൽ ഗാന്ധിയാണ് പറയേണ്ടത്. കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാരല്ല. രാഹുൽ ഗാന്ധി നിഷേധിക്കണം ഇത് തെറ്റാണെങ്കിൽ. അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ രാഹുൽ ഗാന്ധി നിയമ നടപടികളിലേക്ക് പോകണം. അല്ലെങ്കിൽ സത്യമാണെങ്കിൽ അങ്ങനെയുണ്ട്, ഞാനിതാ സമ്മതിക്കുന്നു, അങ്ങനെയുണ്ട്, അതെന്റെ സ്വകാര്യതയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരു പിതാവിന്റെ സ്നേഹവും കരുതലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കിട്ടട്ടെ, ഇടയ്ക്കിടയ്ക്ക് പോകണ്ടല്ലോ. ഓക്കെ. ഓക്കെ. An anonymous source mentioned that a few years ago there were allegations of La Vinci cartel being involved in a narcotics submarine scandal where the company was managing the operation of Colombian narco. ഓക്കെ. പിന്നെ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. മറയില്ല, കപ്പൽ വഴിയില്ല കടത്തൽ, ചെറിയ നമ്മളെ വർത്തമാരി ഈ പോക്കറ്റിൽ ഒളിപ്പിച്ചു കൊണ്ടുപോകുന്ന സംഭവമോ 5 ഗ്രാം പിടിച്ച് 10 ഗ്രാം പിടിച്ചു എന്ന് പറഞ്ഞ മാതിരിയുള്ള സാധനമല്ല, ലോഡ് കണക്കിന് ടൺ കണക്കിന് വിടുന്നത്. സുബ്രഹ്മണ്യ സ്വാമി ഇത് 2024 ആഗസ്റ്റ് 10 ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് പണ്ടും ഈ പിന്നെ അമേരിക്കയിൽ എയർപോർട്ടിൽ വെച്ച് പിടിച്ച കാര്യം സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം ഈ സ്വാമി പറഞ്ഞിട്ടുള്ള കാര്യം, ക്ലെയിമിംഗ് ഹി ഈസ് ആക്ച്വലി എ ബ്രിട്ടീഷ് സിറ്റിസൺ, ബ്രിട്ടീഷ് പൗരത്വമുള്ള ആളാണെന്ന്. ദിസ് ഇസ് രാഹുൽ ഗാന്ധി annual return filed with the British government as a British citizen. Is Modi blackmailed by Sonia to not take action എന്നൊക്കെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. അത് സുബ്രഹ്മണ്യ സ്വാമി മോദിക്കെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ബാക്കിയുള്ളതൊക്കെ പിന്നെ UK അദ്ദേഹത്തിന്റെ ബന്ധത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ചൊന്നും പറയണ്ട. UK സിറ്റിസൺഷിപ്പ് ഒക്കെ അതൊക്കെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അങ്ങനെ വഞ്ചിച്ച് രാജ്യത്തിലെ പരമോന്നത പദവിയിലിരിക്കുന്ന ആൾ ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റാണ് എന്നുണ്ടെങ്കിലും, പക്ഷെ ഒരു ദുരൂഹതകളുടെ രാജകുമാരനായി, നിഗൂഢതകളുടെ ഒരു പിന്നെ രാജകുമാരനായിട്ട്, രാജ്യത്തിന്റെ പാർട്ടിയുടെ നേതാവ് എന്നുള്ളതല്ല, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ, ഔദ്യോഗിക പ്രതിപക്ഷ നേതാവായ, നമ്മുടെ നികുതി പണത്തിൽ നിന്ന് സ്റ്റാഫും ഓഫീസും ബംഗ്ലാവും ഒക്കെ ആയി താമസിക്കുന്ന പിന്നെ ഈ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് റാങ്കോട് ഇരിക്കുന്ന ഒരാൾ എങ്ങനെ എന്തിനൊക്കെ പുറത്തു പോകുന്നു, എന്ത് കാര്യത്തിനും വന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വിദേശയാത്ര ഉണ്ടെങ്കിൽ ഏത് രാജ്യത്ത് പോയാലും എല്ലാ ഷെഡ്യൂൾ, ഏത് രാജ്യത്ത് എവിടെയൊക്കെ പോകുന്നു, എന്തിനൊക്കെ പോകുന്നു, എല്ലാം നമുക്കറിയാൻ പറ്റും. ഇപ്പം നരേന്ദ്രമോദി നാളെ തായ്ലൻഡിൽ പോയിട്ട് അവിടെ പിന്നെ റെഡ് സ്ട്രീറ്റിൽ പോയാലും ദേശീയാലയത്തിൽ പോയാൽ പോലും അതുപോലും ഇൻഫർമേഷൻ വളരെ പിന്നെ അതിനകത്ത് രഹസ്യങ്ങളില്ല. കാരണം ഇപ്പം ഇദ്ദേഹമാണെങ്കിൽ ഇദ്ദേഹം രഹസ്യമായിട്ട് എന്തിനാ പോണേ? രാജ്യത്തിന്റെ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവ് പോകുമ്പോൾ, അദ്ദേഹം വിദേശ രാജ്യത്ത് പോകുമ്പോൾ അദ്ദേഹത്തിന് അവിടെ എന്തെങ്കിലും തൊട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി സംവിധാനം ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിലുള്ള സംവിധാനങ്ങളോട് ഒരുക്കും. ഇപ്പൊ അമേരിക്കയിൽ നിന്ന് ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ പ്രസിഡന്റ് അല്ലെങ്കിലും ഇപ്പൊ പിന്നെ ജോ ബൈഡന്റെ എതിരാളിയായിട്ട് മത്സരിക്കുക. ജോ ബൈഡൻ മാറി ഇപ്പോ മറ്റേ ഇവരാണ് മത്സരിക്കുന്നത്, കമലാ ഹാരിസ് അല്ലേ. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ, ഡൊണാൾഡ് ട്രംപ് ഇവിടെ വരികയാണെങ്കിൽ എന്താ ഇവിടെ വെറുതെ വായി നോക്കി കടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും? ഇല്ല. കാരണം ഇവിടുത്തെ ഇന്ത്യ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ നൽകും. ആ രീതിയിൽ രാഹുൽ ഗാന്ധി പഴയ രാഹുൽ ഗാന്ധി അല്ല. ഇനി രാഹുൽ ഗാന്ധി വിദേശത്ത് പോകുമ്പോൾ അത് ഒഫീഷ്യലായിട്ട് വേണം പോകാൻ. ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പിന്നെ പ്രതിനിധി പോകുന്ന രീതിയിൽ തന്നെ വേണം പോകാൻ ആ രാജ്യത്തേക്ക്. അങ്ങനെ പോകണം. അങ്ങനെ പോകാൻ പറ്റണമല്ലോ. അങ്ങനെ പോകാൻ പറ്റാത്ത രഹസ്യമായിട്ട് എന്തിനാ പോണേ?
സുതാര്യമായിട്ട് പോകൂ. ഇപ്പം അങ്ങനെ 19 വയസ്സുള്ള മകനും മകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ തുടർന്ന് നയിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുക. KC വേണുഗോപാലിനെ കൊണ്ടും മല്ലികാർജ്ജുൻ ഖാർഗെ കൊണ്ടും DK ശിവകുമാറിനെ കൊണ്ടുവന്ന് കാണാ പറയിപ്പിക്കാതെ രാഹുൽ ഗാന്ധി പ്രസ് മീറ്റ് വിളിച്ചിട്ട് ഇതെല്ലാം തെറ്റാണ്, എനിക്ക് മക്കളില്ല, എനിക്ക് അങ്ങനത്തെ ബന്ധങ്ങളില്ല, ഉണ്ടെങ്കിൽ ഉണ്ട്, ഒരെണ്ണം ഉണ്ടെന്ന് സംഭവിച്ചിട്ടുണ്ട്, ഈ കൊളംബിയക്കാരിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കൊളംബിയക്കാരിയല്ല, സ്പെയിൻകാരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. അത് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അപ്പോൾ ഇതിനകത്ത് ഈ കാര്യങ്ങൾക്കകത്ത് വളരെ കൃത്യമായിട്ട് പിന്നെ പറയണം. അതുപോലെ ഈ നോയൽ സാഗറിനെ ഗർഭിണിയാക്കിയിട്ട് അബോർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നോ എന്നുള്ളതും പറയണം. അബോർഷൻ വലിയൊരു കുറ്റമാണ്. എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളോ ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിട്ട് അബോർട്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കാം. അല്ലാതെ ഭ്രൂണഹത്യ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. അവർ ജീവനെയാണ് കളയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മഹാപാപമാണ് ചെയ്തതെന്ന് തന്നെ പറയും. കുഞ്ഞിനോ അമ്മയ്ക്കോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അബോർട്ട് ചെയ്യുക. അല്ലാതെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാപം തന്നെയാണ്, യാതൊരു സംശയമില്ല അതിനകത്ത്. അവനോട് സുഖത്തിന് വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖത്തിന് വേണ്ടിയിട്ട് നല്ല ആകുകയും ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉത്തരവാദിത്തം എടുക്കാൻ പറ്റുകയും ചെയ്യില്ല എന്നുള്ളത് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ യാത്രകൾ സംശയാസ്പദമാണ്. ഇദ്ദേഹം നിഷേധിക്കുമ്പോൾ മറ്റൊരു സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ DNA പരിശോധന നടത്തട്ടെ. കഴിഞ്ഞല്ലോ പരിപാടി. DNA പരിശോധനയ്ക്ക് വെല്ലുവിളിക്കണം രാഹുൽ ഗാന്ധി. ഞാൻ തയ്യാറാണ്, ഏത് പരിശോധനയ്ക്ക് തയ്യാറാണെന്ന് പറയണം. എൻ്റെ കുഞ്ഞുങ്ങളല്ല എന്ന് പറയണം, ഉറപ്പിച്ച് പറയണം. അങ്ങനെയാണല്ലോ ഈ വിദേശ യാത്രയ്ക്ക് ഇത്രയും ഗോപ്യമാക്കി വെക്കുന്നത്. എവിടെ പോയി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് പോലും അറിയില്ലല്ലോ. 2 മാസം 1 മാസം ഒക്കെ ഒറ്റ മുങ്ങലല്ലേ നിൽക്കുമ്പോൾ. എന്തിനാ പോണേ, എവിടേക്ക് പോകണേ, ഇത്ര രഹസ്യമായിട്ട് എന്താ പോകാനുള്ളേ? എന്തായാലും കള്ളക്കടത്തിനല്ല പോണേ, വേറൊന്നുമല്ല പോണേ. വേറെ നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോൾ മറച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ല. അതായത് ഭരണകൂടങ്ങൾ അദ്ദേഹത്തിന് വേണ്ട സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന എഴുതിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന പോലെ അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല. പിന്നെ സ്പെയിനിലും ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ആരറിയാനാണ്? ഓസ്ട്രേലിയയിലും കാനഡയിലും UK-യിലും US-ലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ പോയി കഴിഞ്ഞാൽ മലയാളികൾക്കുള്ള സ്ഥലം, ഇന്ത്യക്കാരുള്ള സ്ഥലം ആയതുകൊണ്ട് അവിടെ അറിയുമെന്ന് പറയാം. ബാക്കി ന്യൂസിലാൻഡിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചെണ്ണേ ഉള്ളൂ ഇന്ത്യക്കാരൊക്കെ. സ്വിറ്റ്സർലൻഡിലോ ഇവിടെയൊക്കെ പോകുകയാണെങ്കിൽ ആരറിയാനാ? മൈൻഡ് ചെയ്യില്ല, അവർക്കറിയില്ല. ആരെങ്കിലും ഒരു 10,000 പേരിൽ ഒരാളങ്ങനെ കണ്ട് തിരിച്ചറിഞ്ഞെങ്കിലായി, അത്രയേ ഉള്ളൂ. മോദി ഇറങ്ങി നടന്നാൽ ചിലപ്പോൾ കണ്ടറിയും. കാരണം അയാളിപ്പോൾ ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന ആളായതുകൊണ്ട്. അതുപോലെ കുമരകത്ത് ഇവർ വന്ന് താമസിച്ച കാര്യം, സോണിയാഗാന്ധിയൊക്കെ വന്ന സമയത്ത് അവരെ കൂടെ താമസിച്ചു എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. അപ്പോൾ ഈ യാത്രകൾ സുതാര്യമാക്കണം. ഇതിൽ വസ്തുതാവിരുദ്ധമാണെങ്കിൽ അതിനെതിരെ പിന്നെ നടപടിയെടുക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്കിതിൽ പറയാനുള്ളത്. കാരണം ഇത് ഇന്ത്യയുടെ ഒരു അഭിമാനത്തെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരുടെ അഭിമാനം സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് അങ്ങനെ 2 മക്കളുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അതിനെ ആത്മാർത്ഥമായിട്ട് ഉൾക്കൊള്ളാൻ തയ്യാറാവുമെന്നായിട്ടില്ല. എനിക്ക് അത് ആവശ്യമില്ല, ആർക്കാണെങ്കിലും. ചില പ്രത്യേക സാഹചര്യത്തിൽ മറച്ചൊക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഇപ്പോഴെങ്കിലും സ്വീകരിക്കാം. നമ്മളെ ഈ ഗോഡ് ഫാദർ സിനിമയ്ക്കകത്ത് അഞ്ഞൂറാൻ്റെ കഥാപാത്രം ഉണ്ടല്ലോ. ഇപ്പം ഇന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വിജയരാഘവൻ്റെ അച്ഛൻ NN പിള്ള, നാടകകാരൻ NN പിള്ള മക്കളെ ഒന്നും കല്യാണം കഴിക്കാതെ ഇങ്ങനെ മാടമ്പിത്തരത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം ഓരോരുത്തർ പ്രേമിക്കും ആ മക്കള്. അവസാനം വന്ന് നോക്കുമ്പോൾ ജഗതിക്ക് ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. എന്നിട്ട് കുഞ്ഞുങ്ങളെയും ഭാര്യയും ഉപദ്രവിക്കുന്ന അവസ്ഥ എത്തുമ്പോഴത്തേക്ക് ഇയാൾ വന്ന് തടയുന്ന അവസാനം ജഗതി. അതേപോലെ ഞാൻ പറഞ്ഞത്, ഈ കുഞ്ഞുങ്ങളെ അതാണ് പിതൃത്വം എന്ന് പറയുന്നത്. അതാണ് ഭർത്താവ് അല്ലെങ്കിൽ കാമുകൻ എന്ന് പറയുന്നത്. തൻ്റെ പങ്കാളിയെയും തൻ്റെ കുഞ്ഞുങ്ങളെയും എപ്പോഴെങ്കിലും തോന്നുമ്പോൾ പോയി കാണുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറ്റം വന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ഗോഡ് ഫാദറിലെ ജഗതിയുടെ കഥാപാത്രം കാണിച്ച ഒരാർജവം കാണിക്കേണ്ട സമയമായി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ DNA പരിശോധനയ്ക്ക് വരെ തയ്യാറാണ്. എനിക്കങ്ങനെ മക്കളില്ല, എനിക്ക് മക്കളേ ഇല്ല എന്ന്. അല്ലാതെ മറ്റേ വാദം കൊണ്ടുവരരുത്. ഏത് ഇന്ത്യയിലുള്ള ലോകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളും എൻ്റെ മക്കളാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്കിപ്പിംഗ് സാധനങ്ങൾ എടുക്കരുത്. എനിക്ക് മക്കളില്ല, എൻ്റെ ബീജത്തിൽ നിന്നുണ്ടായ കുഞ്ഞുങ്ങൾ ആരും ഈ ലോകത്തില്ല, അങ്ങനെ ആരുമില്ല, എനിക്ക് മക്കളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. മാത്രമല്ല ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. അതിന് കണ്ട ഉണ്ണാക്കന്മാരെ പറഞ്ഞയച്ച് അവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കാതെ രാഹുൽ ഗാന്ധി നേരിട്ട് പറയണം. കാരണം ഇതൊരു ഇന്റർനാഷണൽ മീഡിയയിലാണ് വന്നത്. അതും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ബന്ധം വഷളായിരിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ചും BJP ഷെയ്ഖ് ഹസീനയെ സഹായിക്കുന്നു എന്നതിൻ്റെ പേരിൽ മോദിയോട് താല്പര്യമില്ലാതിരിക്കുന്ന സമയത്ത് മോദിക്ക് രാഷ്ട്രീയമായി ഒരു എതിരാളി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ അവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു സ്ഥാപനം ഇത്തരത്തിലുള്ള വാർത്ത കൊടുക്കുമ്പോൾ, അതും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് വ്യക്തത വരുത്താനുള്ള ഉത്തരവാദിത്വം മറ്റാർക്കുമല്ല, വ്യക്തിപരമായും രാഷ്ട്രീയമായും ഒക്കെ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമായിട്ടല്ല, രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തം അതിനകത്തുണ്ട്.
പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ രാഷ്ട്രീയമായ ഉത്തരവാദിത്വമുണ്ട്. രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ് ആ ഉത്തരവാദിത്വം എന്ന് കോൺഗ്രസ്സുകാരെയും എല്ലാ പ്രിയപ്പെട്ട സ്നേഹിതരെയും ഓർമ്മപ്പെടുത്തി.